നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. ഈ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വില പിടിച്ച മറുപടികൾ ഇതിലേക്ക് മെസ്സേജായിട്ട് അയക്കണം. പുതിയ വർഷം 1201 ചിങ്ങമാസം മുതൽ വരണ കർക്കിടക മാസം വരെയുള്ള ഒരു വർഷത്തെ ഏകദേശം ഫലത്തെ ആണ് പറയാൻ പോകുന്നത്. മിഥുനം രാശിക്കൂറുകാർക്ക് മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര, പുണരത്തിൻ്റെ 3/4 വരെയുള്ള മിഥുന രാശിക്കൂറുകാർക്ക് ഈ ഒരു വർഷത്തെ ഗുണദോഷ ഫലത്തെ ആണ് പറയാൻ പോകുന്നത്. ഇത് നമ്മൾ ജനിച്ച കൂറിൻ്റെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഉള്ള ഫലമല്ല, ചാരഫലങ്ങളും ആണ് ഇതിന് പ്രധാനമായിട്ട് പറയണത്. ജാതകം കൂടെ നോക്കണം. ജാതകത്തിലെ സ്ഥിതിഗതികൾ നമുക്ക് അനുകൂലമായിട്ട് നിന്ന വളരെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ജാതകത്തിൽ എന്തെങ്കിലും ദോഷങ്ങളും ദശാകാല ദോഷങ്ങളും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ പറയുന്ന ഫലങ്ങൾ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും നമുക്ക് കിട്ടാതെ പോകുന്ന അവസ്ഥകളും ഉണ്ടാകും. അപ്പം മിഥുനക്കൂറുകാർക്ക് ഈ വർഷം ഏഴഗ്രഹം 1ലും 2ലുമായിട്ടാണ് നിൽക്കുന്നത്. ശനി 10ലാണ് നിൽക്കുന്നത്. രാഹു ഭാഗ്യസ്ഥാനമായ 9ലാണ് നിൽക്കുന്നത്. അപ്പോൾ വേഴഗ്രഹം 12 വർഷത്തിലൊരിക്കലാണ് നമ്മൾ ജനിച്ച രാശിയിൽ പ്രവേശിക്കുന്നത്. 12ൽ വേഴം നിൽക്കുമ്പോൾ കോടീശ്വരന്മാർ പോലും ദരിദ്രന്മാരായിട്ട് പോണ സമയമായിരുന്നു കഴിഞ്ഞ ജൂൺ മാസം വരെ. അപ്പോൾ വേഴൻ 1ലാണ് സഞ്ചരിക്കുന്നത്. 1 സഞ്ചരിക്കുമ്പോൾ നമുക്കൊന്നെന്ന് പറയുന്നത് ദേഹസ്ഥ സൗഷ്ഠവ്യം സ്വാസ്ഥ്യം സ്ഥിതിശ്രേയോ യശസ്സുഖം ജയോ ബഭുഷ തത്സർവം ചിന്തനീയം വിലഗ്നത എന്നാണ്. ശരീരത്തിന് ആരോഗ്യം, സൗഷ്ഠവ്യം, ശ്രേയസ്സുകൾ, യശസ്സുകൾ, സുഖങ്ങൾ എല്ലാം കിട്ടും. കൂടാതെ സുഖസ്ഥിതി ചെയ്യാം, ആരോഗ്യ, അർത്ഥ, സമ്പത്തേക. സുഖസ്ഥിച്ച മനസ്സിനും ശരീരത്തിനും സുഖം കിട്ടും. ലോകത്ത് വെച്ച് ഏറ്റവും വലിയ സുഖമാണ് മനസ്സുഖം. നമുക്ക് കിഡ്നി മാറ്റാം, കരൾ മാറ്റാം, വാൽവ് മാറ്റാം, ബ്ലോക്ക് മാറ്റാം, എല്ലാം ചെയ്യാം. പക്ഷേ മനസ്സ് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ലോകത്ത് വെച്ചുള്ള ഏറ്റവും വലിയ സുഖമായ മനസ്സുഖം കിട്ടും. അതാണ് സുഖസ്ഥിതി. മനസ്സിനും ശരീരത്തിനും സുഖം കിട്ടും. രോഗപീഠകളെ കൊണ്ട് വലിയ വലിയ പ്രയാസം അനുഭവിക്കുന്നവർക്കും സർജറിയൊക്കെ വേണമെന്ന് ആശുപത്രിക്കാർ ആവശ്യപ്പെടുന്നവർക്കും ഒരു ആശ്വാസമാണ്. ഇപ്പം എന്താണ്, നമുക്ക് ഒരു വലിയ ട്രീറ്റ്മെൻ്റ് ഇല്ലാതെ തന്നെ നമ്മുടെ അസുഖങ്ങൾ മാറിക്കിട്ടും. പിന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ടെന്നല്ല, മരുന്നും മന്ത്രവും വേണം. എന്നാൽ വലിയ സർജറി മുതലായ കാര്യങ്ങൾ വേണോ വേണ്ടേന്ന് നിങ്ങൾ തീരുമാനിക്കണം. കാരണം നമുക്ക് സുഖസ്ഥിതി കിട്ടുന്ന സമയത്ത് വലിയൊരു മുഴ വന്നാൽ അത് പൊട്ടി തന്നെ പോയി പുറത്ത് ശരീരത്തിന് ആരോഗ്യം കിട്ടുന്ന സമയമാണ്. സുഖസ്ഥിതി കിട്ടും. ജയാന്ന് വെച്ചാൽ ഏത് കാര്യത്തിന് പോയാലും വിജയം കിട്ടും. നമ്മൾ പോയാൽ മതി, പോകുന്ന കാര്യങ്ങൾക്ക് വിജയം കിട്ടും. നമുക്ക് പോകാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കണം, ചെയ്യാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. ഇല്ലാതെ ജ്യോതിഷത്തിനൊക്കെ എല്ലാം കിട്ടുമെന്ന് പറഞ്ഞ് മുണ്ടാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല. ഒരു ജോലി കിട്ടണമെങ്കിൽ അതിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻസുകൾ, കാര്യങ്ങൾ, പരിശ്രമങ്ങൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകളൊക്കെ നടത്തിയാലേ പറ്റും. അപ്പം അതിനൊക്കെ നമ്മൾ പ്രിപ്പയർ ആവണം. ആരോഗ്യ, അർത്ഥസമ്പത്ത്, രോഗപീഠകളൊക്കെ മാറി നല്ല ആരോഗ്യം കിട്ടും, അർത്ഥസമ്പത്തുകൾ കിട്ടും. കീർത്തിച്ചാൽ നമുക്ക് അനുമോദനങ്ങൾ, അംഗീകാരങ്ങൾ, ആദരവുകൾ, സ്നേഹ ബഹുമാനങ്ങൾ സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകളിൽ നിന്നൊക്കെ നമുക്ക് വളരെ അംഗീകാരങ്ങളൊക്കെ നമുക്ക് കിട്ടി, സ്നേഹ ബഹുമാനങ്ങളൊക്കെ കിട്ടും. വിശേഷ ലബ്ധി എന്ന് വെച്ചാൽ കാശ് കൊണ്ടും സ്വാധീനം കൊണ്ടും നമുക്ക് ഒരു കാലത്ത് നേടാൻ ഒരിക്കലും പറ്റാത്തതും ദൈവികം കൊണ്ടും ഭാഗ്യം കൊണ്ടും വന്നു ചേരുന്ന വീട്, വസ്തു, കെട്ടിടം, വാഹനം, അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും. അപ്പം അങ്ങനെ നമ്മൾ ചെറിയ പ്രവൃത്തി ചെയ്താൽ വലിയ നേട്ടങ്ങൾ, പ്രമോഷൻ, സാലറി, കമ്മീഷൻ, ബിസിനസ്, ഇതൊക്കെ നമുക്ക് ശോഭനമായ രീതിയിൽ നേട്ടം കൈവരിക്കാൻ പറ്റുന്ന സമയമാണ്. വിദേശ യാത്രയ്ക്കും
വിദ്യയ്ക്കും ഒക്കെ വളരെയധികം ശോഭനമായ സ്ഥിതി ഉണ്ടാവും. ഏത് വിദ്യ പഠിക്കാൻ ശ്രമിച്ചാലും നമ്മളെ നാട്ടിലാണെങ്കിലും നല്ല ജോലി അധികാരമൊക്കെ കിട്ടും. എനിക്ക് വിദേശത്ത് പോയേ പറ്റൂ, പഠിച്ചേ പറ്റൂ എന്ന് തോന്നി ധാരാളം പണം ചെലവഴിച്ച് നിങ്ങൾ നേടുന്നതിനേക്കാൾ ഒരു പൈസയും ചെലവില്ലാതെ നല്ല അഡ്മിഷനും അതുകൊണ്ട് നല്ല മാർക്കും നല്ല വിജയവും നല്ല ജോലിയും കരസ്ഥമാക്കാൻ പറ്റുന്ന ഒരു സമയവും കൂടിയാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് കൂടുതലും മിഥുനം രാശിക്കാർ. വിദ്യാരംഗങ്ങളിലും കലാരംഗങ്ങളിലും വിദ്യകൾ പഠിച്ചും പഠിപ്പിച്ചും പ്രവർത്തിച്ചും ഒക്കെ ജീവിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് മിഥുനം രാശിക്കാർ. അവരുടെ ആ ഉറങ്ങിക്കിടന്നിരുന്ന ആ കലാവാസനകളും പഠിക്കാനുള്ള അവരുടെ ആ താല്പര്യക്കുറവും ഒക്കെ നിശേഷവും മാറി അവർക്ക് എന്ത് കാര്യത്തിന് ശ്രമിച്ചാലും വിജയം കിട്ടാൻ യോഗമുള്ള സമയമാണ്. മിഥുനം രാശിയിലാണ് ഈ വ്യാഴഗ്രഹം സഞ്ചരിക്കുന്നത്. മിഥുനം എന്ന് പറയുന്നത് വിവാഹ രാശിയാണ്. മിഥുനങ്ങൾ നവമിഥുനങ്ങൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ വിവാഹ രാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലം വിവാഹം നടക്കാത്തവർക്കൊക്കെ വിവാഹം നടക്കാനും ഉള്ള ബന്ധങ്ങൾ സ്നേഹിച്ച് യോജിച്ച് സന്തോഷിച്ച് ജീവിക്കാൻ ഒക്കെ ഉള്ള യോഗമുണ്ട്. 10ൽ ശനി സഞ്ചരിക്കുന്നത് കൊണ്ട് കണ്ടകശനി എന്ന് പറയുന്ന ഒരു ദോഷമുണ്ട്. കണ്ടകം കൊണ്ടേ പോകൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ജോലി സ്ഥലത്ത് ചില പ്രശ്നങ്ങൾ നമുക്കുണ്ട്. പഠിക്കാൻ പോയാലും പഠിപ്പിക്കാൻ പോയാലും ജോലിക്ക് പോയാലും നമ്മുടെ തൊഴിലാളി മുതലാളി ഒക്കെ തന്നെ ശത്രുവിനെ പോലെ നമ്മളോട് പെരുമാറും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവരുടെ വിരോധം കൊണ്ട് നമ്മുടെ ജോലിയാ, നമ്മുടെ അഡ്മിഷനാ, അവസരങ്ങളാ, ചെയ്തു വരുന്ന പ്രവർത്തനങ്ങളാ നമുക്ക് വേണ്ടാന്ന് വിചാരിക്കാൻ തോന്നിപ്പോകും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അവരുടെ ഉപദേശം നമുക്ക് ഉപദ്രവമായിട്ട് തോന്നുമെങ്കിലും ഉപദ്രവം നമുക്ക് ഉപദ്രവമായിട്ട് വന്നാൽ പോലും നമ്മൾ അതിനെയൊക്കെ സഹിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്ഷമയുടെ ഏറ്റവും വലിയ വിജയങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ക്ഷമിക്കാനേ പറ്റൂ. നമുക്ക് അടിക്കാനും തകർക്കാനൊന്നും പറ്റൂല. ഇപ്പോൾ ഒരു പോലീസിൽ ഒരു ട്രെയിനി ആയിട്ട് പോകുന്ന ഒരാളിന് ചിലപ്പോൾ അവിടുന്ന് ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വരും. പക്ഷെ അത് നമ്മൾ കളഞ്ഞിട്ട് വന്നാൽ നമുക്ക് കിട്ടിയ ജോലി ആയിരിക്കും അത് നഷ്ടപ്പെടുന്നത്. അതേപോലെ പല ട്രെയിനികളും പല ജോലിക്ക് ശ്രമിക്കുന്നവർക്കും പല പീഡനങ്ങളും അവർ പറയുന്ന എല്ലാം നമ്മൾ ചെയ്ത് അതിനേക്കാളും മെച്ചമായിട്ട് ചെയ്താൽ പോലും നമ്മൾ ചെയ്തത് ശരിയായില്ല എന്ന് മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ മനസ്സ് തകർന്നു പോകുന്നതും മാനസിക പ്രയാസം ഉണ്ടാകണം. അതുകൊണ്ട് അവരെന്തോ പറഞ്ഞോട്ടോ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുക, മറുപടി പറഞ്ഞ് വിരോധം സമ്പാദിക്കാതിരിക്കുക. പാവേ കർമ്മഗതേതു കർമ്മവിഗതർ. നമുക്ക് പോകുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ, ദുഷ്കീർത്തി. ഞാൻ എത്രാം തീയതി ഒരു കാര്യം നേടാമെന്ന് വിചാരിച്ച ആ കാര്യം തടസ്സപ്പെടും. വിനാശന നാശനഷ്ടങ്ങൾ, രോഗങ്ങൾ, ഭക്ഷണച്ചായ കത്തുക, എരിയുക, നശിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ പൊള്ളൽ, മുറിവ്, ചടുവ്. ഒരു ചായ തന്നെ നമ്മൾ വാങ്ങിച്ചു വെച്ചാലും പുറത്ത് വീണ് കൈകാലും ഒക്കെ പൊള്ളാനും മുറിയാനും ഒക്കെ യോഗമുള്ള സമയം. വാഹനങ്ങൾ ഓട്ടിക്കുന്ന സൂക്ഷിക്കണം. എന്നാൽ മീനൻ രാശിയിൽ നിൽക്കുന്ന ശനി നല്ലതെന്നാണ് പൊതുവെ ആചാര്യന്മാർ പറയുന്നത്. ഗുരൂർ സ്വച്ഛോച്ചസ്തേ ത്രിപതി സദൃശക ഗ്രാമപുരവഹ വിദ്വാൻ ജാരംഗോ ദിനകര സമൂഹ അന്യത്ര കഥിതാഹ എന്നാണ്. ഗുരുവിൻ്റെ വീട്ടിൽ നിൽക്കുന്ന ശനി, സ്വന്തം മകരം കുംഭൻ രാശിയിൽ നിൽക്കുന്ന ശനി സ്വക്ഷേത്രം, ഉച്ചം തുലാരാശി നിൽക്കുന്ന ശനി ജാതകത്തിലും ജീവിതത്തിലും വരുമ്പോൾ നമുക്ക് നൃപതി സദൃശ രാജാവിനെ പോലെ വലിയ അധികാരവും പദവിയും പ്രതാപവും കിട്ടും. ഗ്രാമപുരവഹ ഗ്രാമത്തെ കിട്ടും, പുരം പട്ടണം. അപ്പോൾ പണ്ട് ഈ സംഘം, സമുദായം, രാഷ്ട്രീയം, പൊതുപ്രവർത്തന രംഗങ്ങളിലൊക്കെ നമുക്ക് ശോഭിക്കും. പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, അല്ലെങ്കിൽ ഈ കമ്പനിയുടെ ഇത്രയും ദേശത്തെ ആധിപത്യം, ഇങ്ങനെയൊക്കെയുള്ള നല്ല അധികാരം കിട്ടും. അപ്പോൾ നമുക്ക് നല്ല ഒരു പ്രൊമോഷൻ കിട്ടി അധികാരം കിട്ടുമ്പോൾ എന്തൊക്കെയാണ് ജോലി ഭാരം നമുക്കുണ്ടാവും, ഏത് ജോലി ചെയ്യുന്ന ആളിനും. അപ്പോൾ ഈ ജോലികളെല്ലാം കൂടെ കിടന്ന് പിടിച്ച് ചെയ്യാൻ നമുക്ക് പറ്റാതെ പോകുമ്പോഴും നമ്മുടെ പ്രവൃത്തിയിൽ നമ്മൾ വേണ്ട ശ്രദ്ധ കാണിക്കാതെ വരികയും ജോലിയിൽ ഉത്തരവാദിത്വം കുറഞ്ഞു പോവുകയും ചെയ്യുമ്പോഴാണ് പാരകളുടെ എണ്ണം നമുക്ക് കൂടുന്നത്. ഒരു ഉദ്യോഗസ്ഥനാണെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് വരുന്ന നിങ്ങൾ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കി അറിഞ്ഞ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. ഭയങ്കര ശത്രുക്കളുണ്ടാകും, കേസുണ്ടാകും, ജോലി നഷ്ടപ്പെടാൻ വരെ സാധ്യതയുണ്ട്. ഒന്നും നമ്മൾ ആ ജോലി വേണ്ടാന്ന് തോന്നും, അല്ലെങ്കിൽ നമ്മൾ ആ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനോ ഡിസ്മിസ് ചെയ്യാനോ അധികാരികൾ ശ്രമിക്കും. അതാണ് കണ്ടകം കൊണ്ടേ പോകൂ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം കിട്ടി, എല്ലാം ഉണ്ട്, എല്ലാം പോയി, അതേപോലുള്ളൊരു പ്രതിസന്ധി വരുന്ന സമയം.
രാഹു ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് വളരെ നല്ലതാണ്. രാഹു ശനിയെപ്പോലെ കണക്കാക്കാവുന്ന ഒരു ഗ്രഹമാണ്. രാഹു 9 നിൽക്കുന്ന സമയം നമുക്ക് ആരോഗ്യവർദ്ധന, ബഹുമാനം, രാജാവിൻ്റെ പ്രീതി, സർക്കാർ, ഉന്നത ഉദ്യോഗസ്ഥന്മാർ, പ്രമുഖ വ്യക്തികൾ, സമൂഹത്തിലൊക്കെ വലിയ അംഗീകാരങ്ങളൊക്കെ കിട്ടും. ധനസമാധാനം, ധാരാളം ധനമൊക്കെ വന്നു ചേരുമെന്നാണ്. അപ്പം നമുക്ക് ചില പ്രവർത്തികൾ ചെയ്ത് നമുക്ക് ചെറിയ പ്രവൃത്തി കൊണ്ട് വലിയ ശമ്പളവും പ്രൊമോഷനൊക്കെ കിട്ടും. സാഫല്യം, സകല എല്ലാ കാര്യത്തിനും വിജയവും, മനസ്സന്തോഷവും, യശസ്സും, സന്താന ലാഭം മുതലായ ഐശ്വര്യങ്ങളും പ്രവൃത്തികളൊക്കെ ഉണ്ടാവും. കലഹിച്ച് ഭിന്നിച്ച് വിരോധിച്ചിരിക്കുന്നവർക്കൊക്കെ നമ്മുടെ സ്നേഹവും ഇഷ്ടമൊക്കെ തോന്നും. അതുകൊണ്ട് കൂടുതൽ വാശിയും അക്രമവും അഹങ്കാരവും കാണിച്ച് ജീവിതത്തെ തുലയ്ക്കാൻ നമ്മൾ മയത്തിലങ്ങ് പോകണം. അപ്പോൾ നമ്മളെ ജീവിതം നല്ലതായിരിക്കും. ഇന്ന് ഈ വർഷഫലം പറയുമ്പോൾ മാസഫലവും കൂടി അതിനൊരു പ്രാധാന്യമുണ്ട്. ഇപ്പം നമ്മൾ ജനിച്ച കൂറിൻ്റെ 8 സൂര്യൻ സഞ്ചരിക്കുന്ന മകരമാസം ദോഷമാണ്. 6 സൂര്യൻ സഞ്ചരിക്കുന്ന വൃശ്ചിക മാസം നമുക്ക് ദോഷമാണ്. ഇടവ മാസം 12 സൂര്യൻ നിൽക്കുന്ന സമയം വളരെ മോശമാണ്. കാരണം 8 നിൽക്കുമ്പോൾ അർക്കാഷ്ടമയി ബഹുജനേർ നൃപസേനയാവാ യാദോ രവോ രവനി ന്യൂനമുപദ്രവേ ഭൂൽ എന്നാണ്. അർക്കാഷ്ടമി, അർക്കൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയം ബഹുജനങ്ങളും നൃപസേനയാവാ, നൃപന്മാർ, രാജാക്കന്മാർ, മന്ത്രിമാരും, സേനാനായകന്മാരും, പോലീസ്, പട്ടാളം, കോടതി ഇവരിൽ നിന്നൊക്കെ ന്യൂനം ഉപദ്രവേ ഭൂൽ, ഉപദ്രവം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സർക്കാർ, പോലീസ്, കോടതി ഇവരിൽ നിന്നൊക്കെ നമുക്ക് ഉപദ്രവങ്ങൾ വരാൻ ന്യായമുള്ള സമയമാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ചു, ഏത് ജോലി ചെയ്യുന്ന ആളാണെങ്കിലും ഏത് രാജ്യത്ത് ജീവിക്കുന്ന ആളാണെങ്കിലും അവിടുത്തെ നിയമപരമായ കാര്യാദികളിൽ നമ്മൾ വീഴ്ച വരുത്താൻ പാടില്ല. അപ്പോൾ വിസ തീർന്നു പോയി, അല്ലെങ്കിൽ നമ്മൾ കോൺട്രാക്റ്റ് തീർന്നു പോയി, ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നിൽക്കാൻ പറ്റൂല. നമ്മൾ അടിയുണ്ടാക്കാൻ ശ്രമിച്ച് എൻ്റെ ശമ്പളം എനിക്ക് കിട്ടണം, പ്രോഫിറ്റ് കമ്മീഷൻ എനിക്ക് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് കയറി കൊത്തിയാമാരില്ലാത്ത കേസിൽ നമ്മളെ കുരുക്കിയുള്ള സ്നേഹവും പോയി, പൈസയും പോയി, ജീവിതവും പോയി, അങ്ങനെയൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. വൃശ്ചിക മാസത്തിൽ നമുക്ക് കുറച്ച് രോഗപീഠകൾ അനുഭവപ്പെടും. കാരണം 6 സൂര്യൻ നിൽക്കുന്ന സമയം നമുക്ക് തസ്കരനാരാധി വിജ്ഞാതി വേദയശ തനുച്ഛതി മരണം വാ അരിശസ്ത്രേണ ചിന്തനീയം ഈ സഷ്ടത. തസ്കരം, മോഷണങ്ങൾ, ആ കള്ളന്മാരും സുഹൃത്തുക്കളൊക്കെ വഞ്ചിക്കുകയും മോഷ്ടിച്ചുകൊണ്ട് പോവുകയും പറ്റിക്കുകയും, ഒരു ജോലിക്ക് ആ കാര്യത്തിന് പൈസ കൊടുത്താൽ പൈസയും കിട്ടൂല, കാര്യവും കിട്ടൂല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, വിഘ്നങ്ങൾ, ആ ക്ഷതം മറിഞ്ഞു വീണ അപകടങ്ങളൊക്കെ കൊണ്ടുള്ള ആപത്തുകൾ ഇതൊക്കെ ഉണ്ടാകും. 12 നിൽക്കുമ്പോൾ കുറച്ച് കടം, ബാധ്യത ഇതൊക്കെ നമുക്കുണ്ടാകും. ബാക്കി മാസങ്ങൾ വലിയ കുഴപ്പമില്ല. അതിൽ ഏറ്റവും നല്ല മാസങ്ങളെന്ന് പറയുമ്പോൾ 3-ലും 11-ലും 9-ലും സൂര്യൻ നിൽക്കുന്ന മാസങ്ങൾ നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ ചിങ്ങമാസം നല്ലതാണ്, 9ാമത്തെ രാശിയായ കുംഭമാസം നല്ലതാണ്, 11 എന്ന് പറയുന്നതായിരിക്കുന്ന മേടമാസം നല്ലതാണ്. അഭീഷ്ടാർത്ഥാഗമം കീർത്തി ജയം ഭൂപതി മാനനം സഭാജന പദഗ്രാമ സൽകൃത്യം കുരുതോ രവി എന്നാണ്. എല്ലാ ഐശ്വര്യങ്ങളും അഭിഷ്ടകാര സിദ്ധികളും സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും വിജയങ്ങളും നേട്ടങ്ങളും കിട്ടും. അപ്പം ശനിയുടെ ദോഷമാണ് നമുക്ക് കണ്ടക ശനിയായിട്ട് പ്രശ്നമുള്ളത്. അത് നമുക്ക് മൃത്യുഞ്ജോമം, നവഗ്രഹ പൂജ, ഐശ്വര്യ പൂജ, ശത്രു സംഹാര പൂജയൊക്കെ ചെയ്യണം. ശാസ്താവിനെ, ശിവനെ, ഹനുമാൻ, മുരുകൻ, കാലഭൈരവൻ ഇവരെയൊക്കെ ഭജിക്കണം. ഇത്ര ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ, ജോലിയിലൊക്കെ വളരെ ശ്രദ്ധ കാണിക്കണം, അലസത കാണിക്കരുത്. എല്ലാവരോടും സ്നേഹമായിട്ട് സൗഹൃദമായ രീതിയിൽ ഏത് ജോലി ചെയ്യുന്നവരും പെരുമാറാൻ ശ്രമിക്കണം. വാശിയും വിരോധമൊക്കെ നമുക്ക് തോന്നിയാൽ അതൊക്കെ മനസ്സിലൊരുക്കിക്കൊണ്ട് സന്തോഷത്തോടുകൂടി പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ എവിടെ ചെന്നാലും ഹീറോ ആവൂല, ഹീറോ ആയിട്ട് ശോഭിക്കാൻ പറ്റും. കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിലല്ല, അമാവാസി തോറും രാവിലെ ഗണപതി പൂജ, 10 മണിക്ക് മൃത്യുഞ്ജവും, 4 മണിക്ക് യമരാജ പൂജ, 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണി തൊട്ട് 7 മണി വരെ അഭിഷേകം, പൂജ എല്ലാം ഉണ്ട്. വിവിധമായിട്ടുള്ള പുഷ്പാഭിഷേകം, ഭസ്മാഭിഷേകം, നെയ്യഭിഷേകം, പാലഭിഷേകം, തൈരഭിഷേകം, ഇങ്ങനെ ഒരുപാട് വിശിഷ്ട ദ്രവ്യങ്ങളെ കൊണ്ട് പൂജിച്ച് ശക്തിപ്പെടുത്തിയിട്ടുള്ള ആ കലശങ്ങളിൽ ഇതിനെ ആവാഹിച്ച് ഭഗവാന് ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന ആ വിശേഷമായിട്ടുള്ള അഭിഷേകാദി കലശ പൂജകളൊക്കെയാണ്. ഇതിൽ ചെയ്യാൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയയ്ക്കുക. നിങ്ങൾ ഒരു കാരണവശാലും എന്നെ ഫോണിൽ വിളിച്ച്
എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഒരിക്കലും ആവശ്യപ്പെടരുത്. കാരണം ഞാൻ പല ജോലി ചെയ്യുന്ന ആളാണ്. പൂജ, ദേവപ്രശ്നം കാര്യമൊക്കെ ഇരിക്കുകയാണ്. വിളിച്ചിട്ട് എൻ്റെ കല്യാണം നടക്കും, എനിക്കതിന് പൈസ കിട്ടും, എപ്പോൾ ഭാഗ്യം കിട്ടും, നിങ്ങൾ സൗകര്യമുള്ളപ്പോൾ ഞാൻ വിളിച്ചോളാം, അങ്ങനെയൊന്നും നിങ്ങൾ വിളിച്ചെന്നെ ശല്യം ചെയ്യരുത്. കാരണം നിങ്ങളെ കാര്യം പറഞ്ഞു തരാൻ എനിക്ക് പറ്റും. പക്ഷേ നിങ്ങളുടെ ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം ഇതൊക്കെ ഇതിനകത്ത് എൻ്റെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടിരുന്നാൽ മതി. ഞാൻ നോക്കിയിട്ട് ഞാൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അങ്ങോട്ട് വിളിക്കാം. ഞാൻ തിരക്കായിട്ടിരിക്കുമ്പോൾ എന്നെ വിളിക്കരുത്. കാരണം പല ആൾക്കാരും, വിശ്വാസികളും, എന്നെ സ്നേഹിക്കുന്നവരും ഞാൻ സ്നേഹിക്കുന്നവരും ഒക്കെ അവർ പെട്ടെന്നൊരു കാര്യം ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ശത്രുവിനെ പോലെ സംസാരിക്കുന്നുണ്ട്. അത് നമുക്ക് രണ്ട് കൂട്ടർക്കും ചൊവ്വേ ശരിയാകുന്ന കാര്യമല്ല. നിങ്ങളെ കാര്യം ഞാൻ പറഞ്ഞുതരാം, പക്ഷെ മെസ്സേജ് ഇടണം. ഇട്ടിട്ട് ഞാൻ നോക്കിയിട്ട് അങ്ങോട്ടൊരു വിളിക്കുമ്പോൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചാൽ മതി. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.